കൊല്ലം കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ 10 വർഷം കഴിഞ്ഞിട്ടും വിചാരണ എങ്ങും എത്തിയില്ല. പ്രത്യേക കോടതിയുടെ പ്രവർത്തനം പേരിന് മാത്രമാണ്. കോടതിക്കായി ഇതുവരെ സ്ഥിരം ജഡ്ജിയെ നിയമിച്ചിട്ടില്ല. 4ാം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജിയാണ് അധിക ചുമതല വഹിക്കുന്നത്. ശനിയാഴ്ചകളിൽ മാത്രമാണ് കേസ് പരിഗണിക്കുന്നത്. 59 പേരടങ്ങുന്ന പ്രതിപട്ടികയിൽ 13 പ്രതികൾ മരിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. ജയശങ്കർ, എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇപ്പോഴും ഇത്തരത്തിൽ നിസ്സംഗതയും നിയമത്തെ പേടിയില്ലാത്തതും എന്നതിന്റെ ഉത്തരമാണ് ഈ 10 വർഷമായി വിചാരണ പോലും നടക്കാതെ ഈ കേസ് ഇങ്ങനെ കിടക്കുന്നത്. 110 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ് ജയശങ്കർ. അതായത് 110 പേരുടെ ജീവൻ നഷ്ടമാവുകയും 654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നും പുറ്റിങ്ങലിൽ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയപ്പോൾ കാല് നഷ്ടപ്പെടുകയും കണ്ണ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ജീവിക്കുന്ന രക്തസാക്ഷികളെ കണ്ടതാണ്. അവരിപ്പോഴും വേദനയിൽ കഴിയുമ്പോഴും ഈ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിചാരണ എവിടെയും എത്തിയിട്ടില്ല എന്നത് വേദനാജനകമായ കാര്യമാണ്. അന്ന് ഈ അപകടമുണ്ടായതിന് പിന്നാലെ സർക്കാർ തലത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തി ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ച് പിന്നീട് കുറ്റപത്രം ഉൾപ്പെടെ നൽകുന്ന സാഹചര്യമുണ്ടോ? പക്ഷേ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയിട്ടും ഈ കേസിന്റെ വിചാരണ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഒരു പ്രത്യേക കോടതി സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ കോടതിയുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു തലത്തിലും നടക്കുന്നില്ല. ആ കോടതിക്ക് ഒരു സ്ഥിരമായ ജഡ്ജിയില്ല. പേരിനൊരു കോടതിയുണ്ട് പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട്, പക്ഷേ ആ കോടതിക്ക് ഒരു ജഡ്ജിയില്ല. മറ്റൊരു കോടതിയിലെ ജഡ്ജിക്കാണ് നിലവിൽ അതിൻ്റെ ചുമതല. ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ കോടതി ചേരുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നതിൽ 13 പേർ ഇതിനോടകം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യമായ പ്രശ്നങ്ങൾ മൂലം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ 10 വർഷമായിട്ടും ഈ കേസിൽ പ്രതികൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയുമായി നൽകാനായില്ല. പ്രതികൾ ഇപ്പോഴും സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ തൃശ്ശൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിൽ കൂടി ഈ വിഷയത്തിൽ ഗൗരവകരമായ ഒരു ഇടപെടൽ ജുഡീഷ്യറിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നീതി തേടി ഒരുപാട് മനുഷ്യർ ആ പുറത്ത് പരവൂരിലും പുറ്റിങ്ങലിലും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കി ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരു നീതി വേണം. ആ നീതി കിട്ടണമെങ്കിൽ വിചാരണ പൂർത്തിയാക്കണം. പ്രതികൾക്ക് തക്കതായൊരു ജയശങ്കർ പറഞ്ഞതാണ് കൃത്യം. അവർക്ക് നീതി കിട്ടണമെങ്കിൽ വിചാരണ പൂർത്തിയാവുകയും നിയമങ്ങളെ പേടിക്കാത്ത മനുഷ്യർക്ക് കൃത്യമായ ശിക്ഷ കിട്ടുകയും. അന്ന് അവിടെ അനുവദനീയമായതിൽ എത്രയോ ഇരട്ടി വെടിമരുന്നാണ് ഉപയോഗിച്ചത്, സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്ന അന്വേഷണ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടും ഇത്രയും കാലമായിട്ടും ഒരാൾക്ക് പോലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായില്ല എന്നുള്ളതാണ്. കണ്ണില്ലാതെ, കൈയില്ലാതെ, കാലില്ലാതെ ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷികളായി പുറ്റിങ്ങൽ പ്രദേശത്ത് ഇപ്പോഴും ചില മനുഷ്യരുണ്ട് എന്നത് കഴിഞ്ഞ ദിവസവും അവരുടെ പ്രതികരണങ്ങളൊക്കെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്.